അമേരിക്കയിലൊക്കെ വന്നിട്ട് ഇളയം എന്ത് ചെയ്യാനാ? അവിടെ എന്ത് ജോലി ചെയ്യും? എനിക്ക് ജോലിയല്ലടാ, മാരേജ്. കല്യാണോ? കല്യാണം. എന്റെ രണ്ടാമത്തെ വിവാഹം, എന്റെ രണ്ടാമത്തെ ജീവിതം, എന്റെ രണ്ടാമത്തെ പുരുഷൻ. ഇതിനു വേണ്ടി ഞാൻ 30 വർഷമായിട്ട് കാത്തിരിക്കാടാ. ഏതെങ്കിലും ഒരു ദിവസം ഏതെങ്കിലും ഒരാൾ എനിക്ക് വേണ്ടി വരാതിരിക്കോടാ, എന്നെ വിവാഹം കഴിക്കാതിരിക്കോ? വാടിപ്പോയിരിക്കുന്ന എന്റെ ഈ ജീവിതം വീണ്ടും പൂ പോലെ വിരിയുമോ എന്ന് 1000 ആശകളോടെ ഞാൻ കാത്തിരിക്കാടാ. ഈ നാട്ടിൽ എങ്ങനെ പോയാലും ഒരു രണ്ടാം കല്യാണം നടത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാ. പക്ഷെ അത് അമേരിക്ക ആണെങ്കിൽ സെക്കൻഡ് മാരേജ് നടത്താൻ വളരെ ഈസിയാ. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ കൂടെ അമേരിക്കയിൽ വരാന്ന് പറഞ്ഞേ. അവിടെ എനിക്ക് ഏതെങ്കിലും ഒരു സായിപ്പിനെ ഉറപ്പായിട്ടും കിട്ടും. ആ നാട്ടിലെ പിച്ചക്കാരനെ പോലെ അവർക്ക് കിട്ടില്ല. പിന്നെയാ ആ സായിപ്പിന്റെ കൈകൊണ്ട് എന്റെ കഴുത്തിൽ താലി കെട്ടിച്ച് 7 അടി അദ്ദേഹത്തിന്റെ കൂടെ നടന്ന് 100 വർഷം വരെ ജീവിക്കാൻ പോവാടാ. ഇവരെ കല്യാണം കഴിച്ച അയാൾക്ക് ഒരു ദിവസം പോലും ജീവിക്കാൻ പറ്റില്ല. ഇപ്പൊ പറ, എന്റെ ആഗ്രഹം അർത്ഥമില്ലാത്തതാ? എന്റെ ആശകൾക്ക് ഒരു വിലയില്ലേ? എന്റെ ഭാവി ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ നടന്നൂടെ? എല്ലാം നടക്കും. മധുര 17 ആണല്ലോ. എന്താണ് നീ പറഞ്ഞേ? ഒന്നുമില്ല ആന്റി. ഇപ്പൊ ആന്റിക്ക് കല്യാണം കഴിക്കണം, അത്രയല്ലേ ഉള്ളൂ. എനിക്കൊരു രണ്ടാം കല്യാണം വേണം, വേറൊന്നും വേണ്ട. അതെ ഇളയമേ, ഇളയമയ്ക്ക് തീർച്ചയായിട്ടും കല്യാണം നടക്കും. എങ്ങനെ നടക്കാനാടാ? എനിക്കായിട്ട് ആരും വരുന്നുമില്ല. ഞങ്ങൾ അതിനുള്ള വഴി കണ്ടെത്താം. ആന്റി ഉറപ്പായിട്ട് അവർക്ക് ഇഷ്ടപ്പെടും. എനിക്ക് വേണ്ടി വരുന്നവൻ എനിക്കും ഇഷ്ടപ്പെടണം. ഉറപ്പായിട്ടും ഇഷ്ടാവും ഇളയമേ. മാട്രിമോണിൽ എന്ന് പറഞ്ഞ ഒരു ആപ്പ് ഉണ്ട്. ഇളയമെ പോലെ കല്യാണം ആവാത്ത ആന്റിമാരും അങ്കിൾമാർക്കും ഒക്കെ. അതല്ല ഇളയമേ, പെൺകുട്ടികളും പയ്യന്മാരും ആ ആപ്പില് അവരുടെ പ്രൊഫൈൽ അപ്ലോഡ് ചെയ്യുന്നു. ഇഷ്ടമുള്ളവരെ ചൂസ് ചെയ്തിട്ട് ഫോർമാലിറ്റി ഒക്കെ സംസാരിച്ച് അങ്ങ് കല്യാണം കഴിക്കും. എന്നെ എത്രയും പെട്ടെന്ന് എന്റെ ഡീറ്റെയിൽസ് ആ ആപ്പിലേക്ക് അപ്ലോഡ് ചെയ്യും. വേഗം ആവട്ടെ. ഇവിടെ റേഞ്ച് കിട്ടുന്നില്ല ഇളയമേ. സിറ്റി അല്ലല്ലോ, നമ്മൾ വീട്ടിലേക്ക് പോയ ശേഷം അവിടെ വെച്ച് ചെയ്യാം. നീ മറക്കില്ലല്ലോ? റിമൈൻഡർ വെച്ചോ. ഞങ്ങൾ മറന്നാലും ഇക്കാര്യം ആന്റി മറക്കില്ലല്ലോ. ഞാൻ ഒരിക്കലും മറക്കില്ല. ആഹാ എനിക്ക് കല്യാണം, ഓഹോ എന്റെ കല്യാണം, ആഹാ എൻ കല്യാണം, ഓഹോ എൻ കല്യാണം, നിനക്കും എനിക്ക് കല്യാണം, ലോകം മുഴുവൻ ആഘോഷം. ടാം 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 ടാം. ഈ പ്രായത്തിൽ ഇവർക്ക് എന്തിന്റെ അസുഖമാണിത്? ഓരോരുത്തർക്ക് ഓരോരോ അസുഖമല്ലേ. അതുപോ സ്വത്തുക്കൾ എഴുതി കൊടുത്തു. അവർക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ആ വീട് വിട്ടിറങ്ങി. അവര് കഷ്ടത്തിലായപ്പോ നീ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്ന് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു. ഇതുപോരെ അഭി? ഇനിയും എന്തിനാ അവരുടെ ഭാരം നിന്റെ ചുമലിലേക്ക് ഏറ്റുന്നത്? അവനെന്റെ അനിയനാച്ച. ചെറിയ പ്രായം മുതലേ അവൻ എന്ത് ചോദിച്ചാലും എനിക്കത് കൊടുത്തേ ശീലമുള്ളൂ. ഭാസ്കറും അഖിൽ ചോദിച്ച എല്ലാ ആഗ്രഹങ്ങളും ചെയ്തു കൊടുത്തു.
ഇപ്പൊ നീ തന്നെ ഒരുപാട് കഷ്ടതയില്ല. എങ്ങനെയാ അബി അവരെ അമേരിക്കയിലേക്ക് അയക്കുന്നേ? നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടില്ലേ? പക്ഷേ എന്നായാലും അച്ഛനാണെങ്കിലും ശരി, അമ്മയാണെങ്കിലും ശരി, ഞങ്ങൾ ആഗ്രഹങ്ങൾ ഒരിക്കലും തടഞ്ഞിട്ടില്ല. ചോദിച്ചതെല്ലാം വാങ്ങി തന്നിട്ടേ ഉള്ളൂ. എന്ന് പറഞ്ഞ് അന്ന് ഞങ്ങൾ ചെയ്തതിനൊക്കെ നീ പകരം ചെയ്യുകയാണോ അഭി? എന്താ മോളെ വാസു, അഭിയോട് നിനക്കെങ്കിലും ഒന്ന് പറഞ്ഞൂടെ? ഏട്ടൻ ചെയ്യുന്നത് മോശം കാര്യമാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും തെറ്റാണെന്ന് എടുത്തു പറയുമായിരുന്നു. എനിക്ക് ഉണ്ണി എങ്ങനെയാണോ അതുപോലെ തന്നെ അഖിലും. അമേരിക്കയിലേക്ക് പോകാനായിട്ട് അഖിൽ ആഗ്രഹിക്കുമ്പോൾ വേണ്ടെന്ന് എങ്ങനെയാ പറയാ അച്ഛാ? അമേരിക്കയിലേക്ക് പോയ ശേഷം കാർത്തികയ്ക്കും അത് മനസ്സിലാകും. മനുഷ്യൻ എങ്ങനെയാണെന്ന് അവർക്ക് മനസ്സിലാവും. ഒരുപക്ഷെ ശരിക്കും ആ ഫ്രണ്ട്സ് അഖിലിനെയും കാർത്തികയെ സഹായിച്ചാൽ വളരെ ഉപകാരമായെന്നെ. അവർ ഹാപ്പി ആയിട്ട് ജീവിക്കും. അവരെവിടെയായിരുന്നാലും സന്തോഷത്തോടെ ഇരിക്കണമെന്നല്ലേ നമ്മുടെ ആഗ്രഹം. നിങ്ങൾ 3 പേരും ഒരുമിച്ചുണ്ടായിരിക്കുന്നത് ഞങ്ങളുടെ ആഗ്രഹം അബി. ഈ കുടുംബം ചിതറിപ്പോകുന്നത് കാണാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. സന്തോഷമായിട്ടിരിക്കണമെങ്കിൽ ഓക്കെ. ഇനി അങ്ങനെ അല്ലെങ്കിൽ
അവര് ഹണിമൂണ് പോയിട്ട് വന്നെന്നങ്ങ് വിചാരിച്ചാൽ മതി. ഇതിലെന്താ ഉള്ളത്? നിങ്ങൾ ഇത്രയും വിഷമത്തിലായിരുന്നിട്ടും ഇങ്ങനെ ചിരിക്കാൻ എങ്ങനെ കഴിയുന്നേ? നിന്റെ അനിയന് വേണ്ടി ഇത് ഞങ്ങൾക്ക് തുണ. നിന്റെ അച്ഛനും അമ്മയ്ക്കും പുതിയ ജീവിതം തന്നു. ഉയർന്ന മനസ്സുള്ളവനാ നീ. ജന്മം കൊടുത്തില്ലെങ്കിലും നമ്മളെയും, കൂടെ ജനിച്ചില്ലെങ്കിലും അവരെയും ആഹാരം കൊടുത്ത് സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. നിന്നോട് ഞങ്ങൾ എങ്ങനെയാ നന്ദി പറയണത് മോനെ? എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? അച്ഛൻ ഇതിനെ കുറിച്ച് ഒന്നും ആലോചിക്കണ്ട. അച്ഛൻ ചെന്ന് കിടക്കാൻ നോക്ക്. പോയി ഉറങ്ങുന്നേ. അമ്മയും ചെന്ന് കിടക്ക്. ഡിന്നറിന് മുന്നേ സാരം തന്നെ ഇങ്ങനെ വാക്കിംഗ് ചെയ്യുന്നേ. കഴിച്ചിട്ടാണെങ്കിൽ ദഹിക്കല്ലോ. ഞാൻ വെറുതെ വാക്കിംഗ് ചെയ്യുവല്ലടാ, തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുക. കാല് കൊണ്ട് ആരും ആലോചിക്കുന്നേ? ബുദ്ധി കൊണ്ടല്ലേ ആലോചിക്കുന്നേ. നീ മണ്ടനാണോ മരമണ്ടനാണോ എന്ന് എനിക്ക് തന്നെ അറിയില്ല. ഞാൻ നടന്നുകൊണ്ട് ആലോചിക്കുവാടാ. അഭിറാമിനോട് എങ്ങനെയാണ് പ്രതികാരം ചെയ്യേണ്ടതെന്ന് ആലോചിക്കുക. അതിന് സാറത്തിന് എങ്ങനെ ആലോചിക്കുന്നേ? സാറിന്റെ അനുജത്ത് വന്നിട്ടുണ്ടല്ലോ. സാറിനെ കൊണ്ട് പറ്റാത്തോണ്ടല്ലേ അനുജത്തി കളത്തിലിറങ്ങിയേ. അതേടാ, ആ അഭിറാമിനോട് പ്രതികാരം ചെയ്യണമെങ്കിൽ എന്റെ അനിയത്തിയെ കൊണ്ടേ പറ്റൂ. ഇന്ന് ക്ഷേത്രത്തിൽ വെച്ച് സംഭവിച്ചതിന് അവൾ ആകെ ടെൻഷൻ അടിച്ചിരിക്കുക. അവള് എന്നെക്കാളും വലിയ ദേഷ്യത്തിലാ. ആ അഭിറാമിനെ എങ്ങനെ കൊന്നുകളയാമെന്ന് എന്തൊക്കെയോ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക അവള്. എന്താ സാർ, സീനാകെ റിവേഴ്സ് ആണല്ലോ. കാവേരി മാഡം ദേഷ്യത്തിൽ തിളക്കാണെന്ന് കരുതിയപ്പോ നാണം കൊണ്ട് ചിരിച്ചോണ്ടിരിക്കുകയാണല്ലോ. അതാടാ എനിക്കും മനസ്സിലാകാത്തത്. ശരിക്കും പറഞ്ഞാൽ എന്റെ അനിയത്തി നാണം കൊണ്ട് ചിരിക്കുന്നത് ഞാനും ആദ്യമായിട്ടാ കാണുന്നത്. അപ്പോ കാവേരി മാഡം ഇതുവരെ ഇങ്ങനെ നാണിച്ച് ചിരിച്ചിട്ടില്ലെന്നാണ് സാർ പറയുന്നേ? അതേടാ, നാണവും ചിരിയും ഒക്കെ അവൾക്ക് പറഞ്ഞിട്ടുള്ളതല്ലെന്നാ കരുതിയിരുന്നത്. മനസ്സിലായി സാർ. എന്തു മനസ്സിലായെന്ന്? കാവേരി മാഡം എന്തിനാ ഇങ്ങനെ നാണിക്കുന്നെന്ന് എനിക്ക് മനസ്സിലായി. എന്തിനാ നാണിക്കുന്നേ? എന്തിനാ ചിരിക്കുന്നത്? ഈ പാറയ്ക്കുള്ളിലും ഒരു പൂവ് മുളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്.
പാറയിൽ പൂക്കൾ ഉണ്ടാവും പറഞ്ഞാൽ അതിനർത്ഥം എന്താടാ? മാഡത്തിന്റെ മനസ്സിൽ ഒരു പൂവ് മുളച്ചിട്ടുണ്ട്, വിരിയാനും തുടങ്ങിയിട്ടുണ്ട്. എടാ എനിക്ക് മനസ്സിലാകുന്ന രീതിക്ക് പറയേ. ഒരാണ് നാണിക്കുന്നുണ്ടെങ്കിലേ എന്തോ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് അർത്ഥം സാർ. അതേസമയം ഒരു പെണ്ണ് നാണിക്കാണെങ്കിലേ അതില് വീഴുന്നിട്ടുണ്ടെന്നാണ് അർത്ഥം. എന്തില്? പ്രേമത്തില്. പ്രേമത്തിലോ? അവൾ എന്റെ അനിയത്തിയാ, നടക്കാത്ത കാര്യമാ. സാർ ചോദിച്ചു നോക്കിയേ, ചോദിക്കേ. മോളെ കാവേരി, മോളെ കാവേരി, മോളെ കാവേരി. എന്താ ഏട്ടാ? നീ എന്ത് ചെയ്യുവാ? എന്താ ചെയ്യുന്നെന്ന് എനിക്കറിയില്ല ഏട്ടാ. ഞാൻ പറഞ്ഞില്ലേ സാർ, ഇത് അത് തന്നെയാ. എന്താ ചെയ്യേണ്ടത് അറിയാതിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാ. മിണ്ടായിരിക്കടാ. വരും മോളെ, ഭക്ഷണം കഴിക്കാം. എനിക്കിപ്പോ വിശക്കുന്നില്ലല്ലോ ഏട്ടാ. എന്ത് ചെയ്യാനാ? ഒന്ന് കുടിക്കാനും തോന്നുന്നില്ല, ഉറക്കം പോലും വരുന്നില്ല. ഇപ്പൊ മനസ്സിലായ സാറേ, എല്ലാ അതിന്റെ അടയാളങ്ങളാ, ഒരു സംശയവും വേണ്ട. നീ ഒന്ന് അടങ്ങടാ. മോളെ, ആരോഗ്യത്തിന് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? പനിയൊന്നുമില്ലല്ലോ? ശരീരത്തിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ മനസ്സ് എന്തോ വല്ലാത്ത പോലെ. വല്ലാതിരിക്കുന്നെന്ന് പറഞ്ഞാൽ? അതിപ്പോ ഞാൻ ഏട്ടനോട് എങ്ങനെയാ പറയാ? മാഡം ഇനി ഒന്നും പറയേണ്ട ആവശ്യമില്ല, ഞങ്ങൾക്ക് എല്ലാം മനസ്സിലായി കഴിഞ്ഞു. ഈ മണ്ടൻ നീ ലവില് വീണെന്നാ പറയുന്നത്. ഇനി അതങ്ങനെ സത്യമാണോ മോളെ? കൺഗ്രാറ്റുലേഷൻസ് മാഡം. സത്യമാണോ മോളെ പറയുന്നത്? സാറിന് ഇപ്പോഴും എന്താ സംശയം? ആരാ മോളെ അത്? ഏട്ടൻ തന്നെ കണ്ടുപിടിക്ക്. നീ പറഞ്ഞില്ലെങ്കിൽ ഞങ്ങൾ എങ്ങനെ അറിയാനാ മോളെ? ഒരു കാര്യം മനസ്സിലാക്കിക്കോ, അയാളായിരിക്കും എന്റെ ഭാവി കാല വരനെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഏട്ടൻ എങ്ങനെയെങ്കിലും അയാളെ കണ്ടുപിടിച്ച് എന്റെ കല്യാണം ഉറപ്പിക്കണം. എന്താടാ ഇത്? പ്രതികാരം ചെയ്യാൻ വന്നവൾ പ്രേമത്തിൽ വീണോ? ഇത്രയും കാലത്തിന് ശേഷം അഞ്ചത്തിക്ക് കല്യാണം നടക്കുന്നതിൽ സന്തോഷിക്കും സാറേ. സാറിന്റെ അളിയനെ കണ്ടുപിടിക്കുക. അവൾ പ്രേമത്തിൽ വീണതിന് അവനെ കണ്ടുപിടിക്കണമെന്ന് എന്നോട് എന്തിനാ പറയുന്നത്? അത് ശരി, അവൻ ആരായിരിക്കും? ഈ രാക്ഷസിയെ പ്രേമിക്കാനും ആൾക്കാരുണ്ടോ? സരി സാർ. മൂന്ന് തവണ പ്രദക്ഷിണം വെച്ച് ദേവിയോട് എന്തെങ്കിലും ചോദിച്ചാൽ അത് തീർച്ചയായും അവർക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെയാണോ പൂജാരി? എന്നാ ഞങ്ങളുടെ വസു പ്രദർശനം ചെയ്യും. ഞങ്ങൾ എല്ലാവർക്കും വേണ്ടിയും അവള് തന്നെ നേർച്ച നടത്തിക്കോളൂ. എല്ലാ കാര്യത്തിനും വസുവായിട്ട് തന്നെ മുന്നിട്ട് നിൽക്കണോ? അത് എടുത്തി 3 മരുമക്കളോടും വേർതിരിവ് കാണിക്കാണ്. വസുവിന് ഒരു രീതിയിലും കാർത്തികയെ മറ്റൊരു രീതിയിലോ കാണുന്നേ. അമ്മ പറഞ്ഞതിൽ എന്ത് തെറ്റാ ഇളയമേ? നമ്മളീ നാട്ടിലേക്ക് വരാനുള്ള കാരണം വസു അല്ലേ? അവളുടെ നേർച്ച നടത്താൻ വേണ്ടി ഇവിടെ വന്നത്. അവള് തന്നെ നേർന്ന അത് നല്ലതല്ലേ? അത് കൊള്ളാലോ. അമ്മായി മരുമോൾ ഒന്നായല്ലേ? കാർത്തികയ്ക്ക് എന്താ ബഹുമാന അധികാരമൊന്നുമില്ലേ? അമ്പലത്തിൽ ബഹുമാനോ അധികാരത്തെ പറ്റിയൊക്കെ എന്തിനാ ഇളയമ്മ സംസാരിക്കുന്നത്? കാർത്തിക്, നീ തന്നെ പ്രദക്ഷിണം ചെയ്തോ. എന്താ പ്രാർത്ഥിക്കേണ്ടതെന്ന് വെച്ച് പ്രാർത്ഥിച്ചോളൂ. അല്ല, ഏടത്തി എന്താ ഭിക്ഷ തരികയാണോ? ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല. ദൈവത്തിന് മുമ്പിൽ എല്ലാവരും ഭിക്ഷക്കാർ തന്നെയാടാ. എന്നിരുന്നാലും അമ്പലത്തിൽ എന്തിനാ ഈ തർക്കമൊക്കെ? മോളെ വസു, വേറെ ആരും ചെയ്യണ്ട, നീ തന്നെ പോയി പ്രദർശനം ചെയ്താൽ മതി.
പിന്നെ ഒരു കാര്യം, ഒരു കാരണവശാലും പ്രദക്ഷിണം പകുതിക്ക് മുടങ്ങാൻ പാടില്ല. അത് അപശകുനമാണ്. വിചാരിച്ച കാര്യം നടക്കാതെ വരും. ശരി പൂജാരി. വസു തുടങ്ങിക്കോളൂ.